എല്ലാവർക്കും നമസ്കാരം. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസ് എന്ന സിനിമയുടെ ആദ്യ പകുതി കഴിയുമ്പോൾ തിയേറ്ററുകളിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. കൂടുതലും കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ബറോസ് എന്ന 3D ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സിനിമയിലെ ലാലേട്ടൻ അവതരിപ്പിച്ചിരിക്കുന്ന ഭൂതത്തിന്റെ കഥാപാത്രവും കുട്ടിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ മികച്ചു നിൽക്കുന്നു. ചിത്രത്തിലെ VFX, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഓരോ ഫ്രെയിംസും ലോക നിലവാരമുള്ളതെന്നാണ് പുറത്തുവരുന്ന ആദ്യ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ റിപ്പോർട്ടുകൾ പോസിറ്റീവ് വന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഇപ്പോൾ വേറെ ലെവലായിരിക്കുകയാണ്. എറണാകുളത്ത് മാത്രം ചിത്രം കളിക്കാൻ പോകുന്ന ഓരോ ഷോയും ഇന്ന് റെഡ് അലേർട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൊക്കെ ഓരോ മണിക്കൂറിലും വിറ്റ് പോകുന്നത് 6000-ന് മുകളിലുള്ള ടിക്കറ്റും 2 മണിക്കൂറും 34 മിനിറ്റുമുള്ള ഈ ഒരു ചിത്രത്തിന് യു സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരുന്നത്. ബറോസ് എന്ന 3D ചിത്രത്തിന്റെ ഫുൾ റിവ്യൂ ഏകദേശം 12:30 പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയും ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ഒക്കെ നടന്നിരുന്നു. അവിടെയും ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായമാണ് നേടാൻ സാധിച്ചത്. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസ് എന്ന സിനിമ കൂടി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്താൽ ക്രിസ്മസ് റിലീസായി മലയാളത്തിലെത്തിയ എല്ലാ ചിത്രങ്ങളും പോസിറ്റീവ് അഭിപ്രായം നേടുന്ന ചിത്രമായി മാറും. നിലവിൽ ക്രിസ്മസ് റിലീസായി എത്തിയ ചിത്രങ്ങളിൽ നായകനായി എത്തിയ മാർക്കോ എന്ന സിനിമയാണ് കളക്ഷനിൽ മുമ്പിൽ നിൽക്കുന്നത്. ഇനി ബറോസിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ ചിത്രത്തിനും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചാൽ ഈ ക്രിസ്മസ് കാലത്ത് മികച്ചൊരു ബോക്സ് ഓഫീസ് വേട്ടയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മലയാള ബോക്സ് ഓഫീസിൽ കാണാൻ പോകുന്നത്. ബറോസിന്റെ പ്രീസെയിൽ ഫൈനൽ കളക്ഷൻ വന്നപ്പോൾ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് 1,62,00,000 രൂപയാണ്. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ആരൊക്കെയാണ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസ് എന്ന 3D ചിത്രം ഇന്ന് തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.